കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ മനോഹരമായ സന്ധ്യയിൽ ഞങ്ങൾക്കിവിടെ സന്ധ്യയാണ്, അല്ലാത്തവരുണ്ടെന്ന് അറിയാം. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പതിവ് പോലെ കൂടുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കിയല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേകാൽ ക്രമീകരിക്കപ്പെട്ട സമയത്തിലും നിങ്ങളേവരുടെയും സഹകരണം വളരെയധികം ശ്ലാഘനീയമാണ്. സ്തോത്രം. പല ദിവസങ്ങളിലും നമുക്ക് പല സമയങ്ങളാണ്. അതിൽ നിങ്ങൾ സഹകരിക്കുന്നതിൽ വളരെയധികം നന്ദി. നാളെ ഒരു പക്ഷേ നമ്മുടെ മീറ്റിംഗ് സാധിക്കില്ല. 8 മണി 8:15 മറ്റുമാണ് എൻ്റെ വണ്ടി എന്നാണ് എൻ്റെ അറിവ്. മറ്റൊരാളെ ബുക്ക് ചെയ്തിരിക്കുന്ന ടിക്കറ്റ് കിട്ടിയില്ല. യോഗം നടത്താൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം. ഏതായാലും ഗ്രൂപ്പിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക നാളത്തേക്ക്. കർത്താവ് നമ്മെ എവിടെവിടങ്ങളിലായിട്ട് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ പഠിച്ചു വരുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സസ് 14 and 15. ഒരിക്കൽ കൂടെ നമ്മൾ ആ വാക്യങ്ങളെ വായിച്ചുകൊണ്ട് നമ്മുടെ ദൈവവചന ധ്യാനം തുടരാം. പ്ലീസ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. പാസ്റ്റർ മ്യൂട്ടാ. സോറി താങ്ക് യു അങ്കിളെ. നമ്മൾ ചില ദിവസങ്ങളായി പഠിച്ചു വരുന്ന ദൈവവചന ഭാഗം ആണല്ലോ ഇത്. എബ്രായർക്ക് അപ്പോസ്തോലൻ എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം. നാം 1-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയെക്കുറിച്ച് കണ്ടു. കർത്താവായ യേശു ഒടുവിലായിട്ട് നമ്മൾ കണ്ടത് ദൂതന്മാരെക്കാൾ നിസ്തുലൻ, ശ്രേഷ്ഠൻ. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം ഒരു താക്കീതാണ്. 1 തൊട്ട് 4 വരെ. 5 തൊട്ട് 8 വരെ ഒരു ചരിത്രമാണ്. മനുഷ്യന്റെ പതനത്തിന്റെ ചരിത്രം, മനുഷ്യന്റെ വീഴ്ചയുടെ ചരിത്രം. എന്നാൽ ദൈവത്തിന്റെ വചനം അഥവാ ബൈബിൾ വീഴ്ചയുടെ ചരിത്രം പറഞ്ഞ് നിർത്തുന്ന പുസ്തകമല്ല. അത് റോമാലേഖനത്തിൽ നിന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനോട് സമമായി അവിടെയും നമുക്ക് കാണാം. മനുഷ്യന്റെ സാർവത്രിക പ്രശ്നമായ പാപത്തെപ്പറ്റി റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നു. 1, 2, 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വരെ പ്രശ്നത്തെ വളരെ സങ്കീർണമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രശ്നം മാത്രം പറഞ്ഞ് പൗലോസ് അവിടെ നിർത്തുന്നില്ല. റോമർ 3:24 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യന്റെ പാപം എന്ന സാർവത്രിക പ്രശ്നത്തിനുള്ള ദൈവത്തിൻ്റെ സാർവലൗകികമായ പരിഹാരമാർഗത്തെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ബൈബിൾ പ്രശ്നം മാത്രം അവതരിപ്പിച്ച് നിർത്തുന്ന പുസ്തകമല്ല. എബ്രായർ 2-ാം അധ്യായത്തിലും അത് തന്നെ 5 തൊട്ട് 8 വരെ മനുഷ്യന്റെ വീഴ്ചയുടെ പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്.
പക്ഷേ പ്രശ്നം മാത്രം പറഞ്ഞവിടെ അവസാനിപ്പിച്ചില്ല. 5 തൊട്ട് 8 വരെയുള്ള 4 വാക്യങ്ങളിൽ, 5, 6, 7, 8 4 വാക്യങ്ങളിൽ മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതിയിൽ നിന്ന് മനുഷ്യന് സംഭവിച്ച പതനത്തെ പറ്റിയുള്ള പ്രസ്താവനകളാണെങ്കിൽ, അടുത്ത 9-ാമത്തെ വാക്യം മുതൽ 2:9 മുതൽ തൽക്കാലം 2-ാം അധ്യായം മാത്രം നമുക്കെടുക്കാം, 18-ാം വാക്യം വരെ ഏതാണ്ട് 10 വാക്യങ്ങൾ ആ പ്രശ്നത്തിന് പരിഹാരമാണ് പ്രസ്താവിക്കുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമല്ലോ. 4 വാക്യങ്ങൾ മനുഷ്യന്റെ വീഴ്ചയുടെ ചരിത്രമാണെങ്കിൽ, അടുത്ത 10 വാക്യങ്ങൾ ഇരട്ടിയിലധികം 10 വാക്യങ്ങൾ ആ പ്രശ്നത്തിന് ദൈവം കണ്ടെത്തിയ പരിഹാരമാർഗത്തിന്റെ ചരിത്ര അവലോകനമാണ്. സ്തോത്രം. വേദപുസ്തകത്തിന്റെ നിസ്തുലത അവിടെയാ. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ദൈവത്തിന് ഒരു പരിഹാരമാർഗം അതിലുണ്ട്. സ്തോത്രം. പ്രശ്നത്തെക്കാൾ നമ്മുടെ പ്രശ്ന പരിഹാരകൻ വലിയവൻ എന്ന ബോധ്യം, ചിന്ത, ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. അതിനുവേണ്ടി ആ കാര്യം അതിൻ്റെ ഘടനയിൽ നിന്നും ഒന്നെടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ മരണാധികാരിയായ പിശാചിനെ നീക്കിയ വിധങ്ങളെക്കുറിച്ചാണ്. കത്താർജിയോ എന്ന പദം നീക്കിക്കളയുന്നു, അല്ലെങ്കിൽ പിശാചിനെ നീക്കി എന്ന് നമ്മുടെ ഭാഷയിൽ ബൈബിളിലുണ്ട്. ഇംഗ്ലീഷിൽ ഡിസ്ട്രോയ് എന്ന പദമാണ് നശിപ്പിച്ചു കളയുന്നു എന്നർത്ഥം. എന്നാൽ ആ മൂലപദത്തിൻ്റെ അർത്ഥം ഇത് രണ്ടുമല്ല, അഥവാ ഇത് രണ്ടുമാണെങ്കിൽ ഏതർത്ഥത്തിൽ വരെ, ഏത് തലത്തിൽ വരെ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സ്തോത്രം. കർത്താവായ യേശു ക്രൂശിലെ തൻ്റെ മരണത്താൽ പിശാചിനെ നിർവീര്യനാക്കി, നിരായുധനാക്കി, അവനെ ശക്തിഹീനനാക്കി, അവൻ്റെ അധികാരങ്ങൾ അവങ്കിൽ നിന്ന് കവർന്നെടുത്തു. സ്തോത്രം. നേരത്തെയും നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ അതിനുവേണ്ടി യേശുക്രിസ്തു സാത്താനുമായി നേരിട്ട് ഒരു യുദ്ധത്തിലേർപ്പെട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിന് ശേഷം മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നത് ശരിയാണ്. പിശാച് നേരിട്ട് യേശുവിനെ പരീക്ഷിച്ചു. എന്നാൽ അവൻ്റെ പരീക്ഷകളിൽ ഒന്നും യേശു 1-ാം ആദമിനെ പോലെ വീണില്ല എന്നത് ശരി തന്നെ. എന്നാൽ അതല്ലാതെ യേശുക്രിസ്തുവും സാത്താനും തമ്മിലുള്ള നേരിട്ട ഒരു യുദ്ധം, നേരിട്ട ഒരു പോര് ഉണ്ടായിട്ടില്ല. പകരം സാത്താനെ ക്രൂശിൽ യേശുക്രിസ്തു പരാജയപ്പെടുത്തി, നിർവീര്യനാക്കി, നിരായുധനാക്കി, അവനെ പരസ്യ കാഴ്ചയാക്കി, അവനെ നള്ളിഫൈ ചെയ്തു എന്നൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചപ്പോഴും പിശാചിനോട് നേരിട്ട് ഒരു ബന്ധം യേശുക്രിസ്തു പുലർത്തിയില്ല. പകരം നമ്മൾ ഇന്നലെ കണ്ടതുപോലെ പിശാചിന് മനുഷ്യരുടെ മേൽ അവകാശം കൊടുത്ത പാപം എന്ന പ്രശ്നത്തെ കർത്താവ് പരിഹരിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ
ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും, ശുശ്രൂഷ എന്നത് കേവലം ഭൂമിയിൽ 3.5 വർഷത്തോളം നടത്തിയ ശുശ്രൂഷയല്ല, പ്രധാനമായും ക്രൂശിൽ കർത്താവ് നിവർത്തിച്ച കാര്യം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്വാഭാവിക ജീവിതം കൊണ്ടും ക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്ഷണ്യ പ്രവൃത്തി എന്ന മിനിസ്ട്രി അഥവാ ശുശ്രൂഷ കൊണ്ടും കർത്താവ് ഒന്ന് നമുക്ക് എതിരായി നിന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ നിവർത്തിച്ചു, നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തി. 3, നമ്മെ പിശാചിന് അടിമകളാക്കി കൊടുക്കുവാൻ കാരണമായ മരണത്തിൻ്റെ വിഷമുള്ളായ പാപത്തിന് പരിഹാരം വരുത്തി. അങ്ങനെ പിശാചിനെ നീക്കി അഥവാ നിരായുധീകരിച്ചു. സ്തോത്രം. യെസ്, ഉൽപ്പത്തി 3:15 പിശാചിൻ്റെ തലയെ തകർക്കുന്ന ആ പ്രവൃത്തി തന്നെയാണ് ക്രൂശിൽ ഉണ്ടായത്. അതിന് സാത്താനുമായി യേശുക്രിസ്തുവിന് നേരിട്ടൊരു യുദ്ധം നടത്തേണ്ടിയിരുന്നില്ല. കാരണം നമ്മൾ കണ്ടു, മനുഷ്യന്റെ പാപം നിമിത്തം ദൈവം മനുഷ്യനെ കൈവിടുകയും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് അവനെ പുറത്താക്കുകയും അവൻ ആരെ ദൈവത്തെക്കാൾ അധികം അനുസരിച്ചുവോ അവന് ദൈവം തന്നെ മനുഷ്യനെ കീഴാക്കി കൊടുക്കുകയുമാണ് ചെയ്തത്. What happened in the Garden of Eden? When man committed sin, because of the righteous verdict of God, ruling of God, righteous law or statutes of God, God cast the sin committed man from his presence. That is, I'm telling, that happened on the cross. Bruising the head of the devil and bruising the heel of mankind. യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി പിശാചിന്റെ തലയെ തകർക്കുന്നത് ക്രൂശിലാണ്. പിശാചിന്റെ തലയെ തകർക്കുക എന്നത് നമ്മൾ കണ്ടുവല്ലോ, അവന്റെ അധികാരങ്ങളെ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ കത്താർജിയോ, അവനെ മുഴുവനും നിരായുധീകരിക്കുന്ന, അവന്റെ മുഴുവൻ അധികാരങ്ങളും കവർന്നെടുക്കുന്ന, അവനെ മനുഷ്യജാതിയുടെ മേൽ ഇനി നിയമപരമായ യാതൊരു അവകാശങ്ങളും ഇല്ലാതെയാക്കുന്ന അവസ്ഥ. നീ അവന്റെ കുതികാൽ തകർക്കും. യു വിൽ ബ്രൂയിസ് ഹിസ് ഹീൽ. സ്ത്രീയുടെ സന്തതിക്ക് പിശാചിന്റെ തലയെ തകർത്ത് അവന്റെ വായിൽ ഇരകളായി അമർന്നിരുന്ന മനുഷ്യജാതിയെ വിടുവിക്കേണ്ടതിന് ഒരു വില കൊടുക്കേണ്ടി വന്നു. Certainly the Son of Man, Jesus Christ, the seed of the woman, bruised the head of the devil or Satan, but he had to pay a price. He had to pay a price that is beyond our imagination and comprehension.
ക്രിസ്തു സാത്താന്റെ തലയെ തകർത്തപ്പോൾ അവിടെ ഉൽപ്പത്തി 3:15 ദൈവം പറയുന്നുണ്ട്, നീ അവന്റെ കുതികാൽ തകർക്കും. അതായത് യേശുക്രിസ്തു അവന്റെ തലയെ തകർത്തത് ഒരു വലിയ വില കൊടുത്തിട്ടാണ്. അത് സാത്താൻ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ച് മനുഷ്യന്റെ പാപം ദൈവത്തിൻ്റെ മേൽ ചെലുത്തിയ ആ സ്വാധീനമാണ് അവിടെ കാണുന്നത്. The impact of human sin even upon God. യേശുക്രിസ്തുവിനൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു. സ്വർഗ മഹിമകളെ വെടിഞ്ഞു. ദൂതന്മാരുടെ ശുശ്രൂഷ, സൃഷ്ടികളുടെ ആരാധന, ദൈവസിംഹാസനം, പിതാവാം ദൈവത്തോട് സകലത്തിലും ഉള്ള തുല്യത, തേജസ്, അമർത്യത, അക്ഷയത തുടങ്ങി സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഉരിഞ്ഞുവെച്ച വസ്തുതകൾ, കർത്താവ് നമുക്ക് കൊടുത്ത, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൊടുത്ത വിലയിലെ വലിയ മൂല്യമുള്ള കാര്യങ്ങളാണ്. അതിന് കാരണമായത് മനുഷ്യന്റെ പാപമാണ്. മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ചത് പിശാചും. അത് ആ സംഭവങ്ങളും സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കുക, അതിനെ 2 തലങ്ങളിലായിട്ട് മനസ്സിലാക്കാം. ഒന്ന്, മനുഷ്യജാതിയെ മുഴുവനുമായും. സ്ത്രീയുടെ സന്തതി എന്ന നിലയിൽ ഹവ്വയാണല്ലോ സകലർക്കും മാതാവ്. അപ്പോൾ ആ നിലയിൽ മനുഷ്യജാതി എന്ന അവസ്ഥയിൽ നമുക്ക് കാണാം. എബ്രായർ 2:8 അവസാന ഭാഗത്ത് നാം കാണുന്നത് പോലെ, എന്നാൽ ഇപ്പോൾ സകലവും തനിക്ക് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. Man was stripped of his authority. ദൈവം മനുഷ്യന് കൊടുത്തിരുന്ന ഒരു അധികാരത്തിൻ്റെ നീക്കപ്പെടിൽ പാപം നിമിത്തം സംഭവിച്ചതായി നമുക്ക് കാണാം. ഇന്നും മനുഷ്യൻ കഷ്ടപ്പെടുന്ന സകല കഷ്ടപ്പാടുകൾക്കും അതാണല്ലോ കാരണം. അപ്പോൾ അങ്ങനെ പൊതുവായ നിലയിൽ മനുഷ്യജാതി എന്ന അർത്ഥത്തിൽ സ്ത്രീയിൽ നിന്നും ജനിച്ചവർ എന്ന നിലയിൽ, ഹവ്വ എന്ന ആദിമ മാതാവിൻ്റെ മക്കൾ എന്ന നിലയിൽ മനുഷ്യജാതിക്ക് മുഴുവനും നേരിട്ട അപജയം, പാപം നിമിത്തം ഇന്നും മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകൾ, അതെല്ലാം അതിൻ്റെ 1-ാം ഭാഗത്ത് നമുക്ക് ഉൾപ്പെടുത്താം. നീ അവൻ്റെ കുതികാൽ തകർക്കും. എന്നാൽ അത് ഒരു പൊതുവായ നിലയിൽ എന്നേ ഉള്ളൂ. അക്ഷരികമായി അത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ തന്നെയാണ്. അവൻ്റെ എന്ന ഏകവചന പ്രയോഗമാണ്, അവരുടെ എന്നല്ല. നമ്മളതിനെ പൊതുവെ പക്ഷേ മനുഷ്യജാതിയുടേതെന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവും ഈ പറഞ്ഞതുപോലെ സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിൽ വന്നു. ഭൂമിയിൽ വന്നിട്ടും യേശുക്രിസ്തുവിൻ്റേത് സന്തോഷകരവും സമൃദ്ധവുമായ ലോകപ്രകാരം നമ്മൾ പറയുന്ന സുഖലോലുപതയുടെ ജീവിതമായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ജനന സമയം മുതലുള്ളത് നമുക്കറിയാം. ഒടുവിൽ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ അവസാനത്തെ ഒരാഴ്ച, ദ ലാസ്റ്റ് വീക്ക് ഓഫ് ജീസസ് ഓൺ എർത്ത്, അതും ഒരു പഠന വിഷയമാണ്. ദ ലാസ്റ്റ് വീക്ക് ഓഫ് ജീസസ് ഓൺ എർത്ത്, അത് ഏറ്റവും അധികമായി നിറവേറിക്കാണുന്നത് ക്രൂശിലാണ്. ആ ക്രൂശിലെ കഷ്ടതകൾ, അവയെല്ലാം കൂടെ ചേർത്താണ്
കുതികാൽ തകർക്കുക എന്നതിൻ്റെ അർത്ഥം വരുന്നത്. കാരണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ശേഷം യേശുക്രിസ്തുവിനെ ഒരു തരത്തിലും പീഡിപ്പിക്കാൻ സാത്താന് സാധ്യമേ അല്ല. അവന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലത്ത് ചെയ്തു. അപ്പോൾ ആ കുതികാൽ തകർക്കുക എന്ന പ്രയോഗത്തിന് ഇനിമേലിലൊട്ടും പ്രസക്തിയില്ല. അതിൻ്റെ പരമാവധി ക്രൂശ് കൊണ്ട് തീർന്നു. എന്നാൽ സാത്താന്റെ തലയെ തകർത്ത എന്നേക്കുമായി അവനെ നീക്കുന്ന ആ ഒരു കാര്യം നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ ദൈവം അനുവദിച്ച ഒരു സമയപരിധിയുണ്ട്. ആ സമയം കൊണ്ടേ പൂർണ്ണമാകൂ. അത് ഘട്ടം ഘട്ടമായിട്ടാണ്. അതിൻ്റെ ആത്യന്തികത നിയമപരമായത്, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളത്, ലീഗലായിട്ടുള്ളത് ക്രൂശിൽ നടന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ. ക്രൂശിൽ യേശുക്രിസ്തു നിയമപരമായി നേടിയെടുത്ത വിജയത്തിൻ്റെ, സാത്താന്റെ മേലുള്ള വിജയത്തിൻ്റെ നടപടിക്രമങ്ങൾ ഇനിയും നിവർത്തിക്കപ്പെടാനുണ്ട്. അതിൻ്റെ പൂർണ്ണത ഇന്നലെ നമ്മൾ പഠിച്ച പ്രകാരം വെളിപ്പാട് 20:20 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിലേ ഉണ്ടാവൂ. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ എന്നേക്കുമായി അഗ്നിപ്പൊയ്കയിലേക്ക് തള്ളുന്നതോടുകൂടെയേ അതിൻ്റെ പരിസമാപ്തി, കൺസ്യൂമേഷൻ ഉണ്ടാകും. ഇതായിരുന്നു ഉദ്ദേശിച്ചതെന്ന് എന്നെനിക്ക് തോന്നുന്നു. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന നിലയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എങ്ങനെ പിശാചിനെ ശൂന്യനാക്കി എന്നത് നമ്മൾ കണ്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപപരിഹാരത്തിലൂടെ. അതിൻ്റെ 4-5 തലങ്ങൾ ഇന്നലെ നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെയാണ് മരണഭീതിയിൽ നിന്ന് നമ്മെ വിടുവിച്ചതും മരണത്തിൻ്റെ അധികാരത്തിൽ നിന്ന് പിശാചിനെ നീക്കിയതും. മരണസമയമോ മരണവിധമോ ഒന്നും തീരുമാനിക്കുന്നതിനുള്ള അധികാരവും പിശാചിനില്ല. എന്നാൽ ദൈവം ഒരുവനെ അവൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, മരണത്തിന് വേണ്ടി പോലും അവനെ മാധ്യമമാക്കി ദൈവം മാറ്റിയാൽ, അങ്ങനെ ദൈവം കൊടുക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് അവന് ചെയ്യാൻ കഴിയുന്നതൊക്കെയേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ? ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ അതിൻ്റെ 14-15 വാക്യങ്ങളിലേക്ക് പോകാം. അവിടെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന, നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പ്രയോഗങ്ങളുണ്ട്. സ്തോത്രം. പതിനാലാം വാക്യത്തിൽ സിൻസ് therefore his children share in flesh and blood, he himself in a similar manner partook of the same nature. 14-ാം വാക്യം പകുതി കൊണ്ട് തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. മലയാളത്തിലേതിനേക്കാൾ കുറെ കൂടെ വ്യക്തതയോടെ
മൂലഭാഷയിലേതിനോട് ചേർന്ന് നിൽക്കുന്നത് ഇംഗ്ലീഷാണ് ഈ വാക്യത്തിൽ. അതുകൊണ്ട് ഞാൻ ആ ഇംഗ്ലീഷ് വാക്യം വായിച്ചതാണ്. സ്തോത്രം. സിൻസ് therefore, സിൻസ് therefore. മലയാളത്തിൽ ആ പ്രയോഗം നമുക്കില്ല. ഉണ്ട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട്, സിൻസ് therefore. അതിന് കൊടുത്തിരിക്കുന്നത് പാരാപ്ലീസിയോസ് എന്ന ഒരു പദമാണ്. പാരാപ്ലീസിയോസ്. therefore മൂലപദമാണ് അവിടെ നമ്മൾ കാണുന്നത്. പാരാപ്ലീസിയോസ്. ലൈക്വൈസ്. നമ്മൾ 14-ാം വാക്യത്തിൽ കാണുന്നു, ഇൻ എ സിമിലർ മാനർ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് താനും അവരെ പോലെ. ഇൻ ലൈക്ക് മാനർ, ലൈക്വൈസ്, ഇൻ ദ സിമിലർ മാനർ. ഇൻ എ സിമിലർ മാനർ. അതിനവിടെ കൊടുത്തിരിക്കുന്നത് പാരാപ്ലീസിയോസ്. PARAPLESIOS. പാരാപ്ലീസിയോസ്. ആ ഒരു പദം ഇവിടെ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പാരാപ്ലീസിയോസ്. അടുത്ത പദവും കൂടെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് ഇവിടുത്തെ ആ പ്രാധാന്യത മനസ്സിലാകും. ഇപ്പൊ നമ്മൾ വായിച്ച 14-ാം വാക്യത്തിന്റെ ആദ്യ പകുതിക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ള മറ്റ് 2 പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊന്ന്, ചിൽഡ്രൻ ഷെയർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട്. ചിൽഡ്രൻ ഷെയർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അതിന് തത്തുല്യമായി അതിൻ്റെ താഴെ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജീസസ് he himself in a similar manner partook of the same nature. പാർട്ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണെന്നറിയാമല്ലോ. പാർട്ടുക്ക് എന്ന് അവിടെ ഉള്ളത് ഗ്രീക്കിൽ പറഞ്ഞാൽ എയോറിസ്റ്റ് ടെൻസ് ആണ്. എയോറിസ്റ്റ്. completed. It's already completed. Finished. നിവർത്തിക്കപ്പെട്ട ഒരു കാലത്തിലാണ്, പൂർണ്ണതയിൽ നിവർത്തിക്കപ്പെട്ട ഒരു പ്രയോഗത്തിലാണ് അവിടെ പാട്ടുക്ക് എന്ന് കൊടുത്തിരിക്കുന്നത്. അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. സ്തോത്രം. മലയാളത്തിൽ മക്കൾ ജഡരക്തങ്ങളോട് വന്നാട്ടെ നിങ്ങളും കൂടെ. അതെ, കൂടിയവരാകൊണ്ട്. അതുപോലെ ക്രിസ്തുവിനെ പറ്റി പറയുന്നു, അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. കണ്ടോ, രണ്ടും മലയാളത്തിൽ രണ്ടും
കൂടിയവർ എന്ന പ്രയോഗമാണ്. കൂടിയവർ. അതിന് ഇംഗ്ലീഷിൽ ഒന്നാമത്തേതിന് ഷെയർ എന്നും രണ്ടാമത്തേതിന് പാർട്ടേക്കിംഗ് യ പാർട്ടുക്ക് എന്നും കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ നമ്മുടെയൊക്കെ ഭാഷകളിൽ അത് വായിച്ചാൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല. അതേസമയം മൂലഭാഷയിൽ ആ വാക്യം വായിച്ചാൽ രണ്ട് വ്യത്യസ്ത പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കൂടിയവരായി എന്ന് രണ്ടിടത്തും മലയാളത്തിൽ നമ്മൾ വായിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായി. അതിന് ഇംഗ്ലീഷിൽ നമ്മളിവിടെ കണ്ടത് വി children, that means human beings, share the same flesh and blood, same body, same mortal body. നമ്മൾ മക്കൾ, മനുഷ്യർ, ഇവിടെ മക്കൾ എന്ന് പറയുന്നത് കൊണ്ട് നമ്മളിപ്പോൾ മനുഷ്യരെ, മക്കൾ എന്നുള്ളതിൻ്റെ അർത്ഥം നേരത്തെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. ഇപ്പം നമ്മളതിനെ പൊതുവായിട്ട് എടുക്കുന്നു, മനുഷ്യജാതി മുഴുവനും. വി ഷെയർ ദ സെയിം ഫ്ലഷ് ആൻഡ് ബോഡി, ഫ്ലഷ് ആൻഡ് ബ്ലഡ്. നമ്മൾ മനുഷ്യർ ഒരേ പ്രകൃതത്തിലുള്ള ജഡരക്തങ്ങളോട് കൂടിയവരാണ്. എനിക്കും ജോച്ചായനും സൗമ്യമാമയ്ക്കും മാത്തുക്കുട്ടിയങ്കലിനും നമുക്കെല്ലാവർക്കും ഒരേ പ്രകൃതമുള്ള മാംസരക്തങ്ങളാണുള്ളത്. വി ഷെയർ ദ സെയിം സ്റ്റാറ്റസ്. പാപം വസിക്കുന്ന, ജരാനരകൾ ബാധിക്കുന്ന, ദ്രവത്വമുള്ള, മർത്യമായ, പാപം നിമിത്തം താഴ്ചയും വീഴ്ചയും സംഭവിച്ച ഒരു ശരീരം നമ്മളെല്ലാവരും ഒരേ ഉള്ളവരാ. അതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് കൊയിനേനിയോ എന്നൊരു പദമാണ്. കൊയിനേനിയോ. ഒരുപക്ഷെ നിങ്ങൾ കൂട്ടായ്മയുമായുള്ള ബന്ധത്തിൽ പ്രസംഗങ്ങളിൽ ആ പദം ധാരാളം കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. കൊയിനേനിയ, KOI, കൊയിനോനിയോ, NONEO, കൊയിനോനിയോ. കൂട്ടായ്മ എന്നാണ് അതിൻ്റെ പൊതുവെ നമ്മൾ പറയുന്ന ഒരു പ്രയോഗം. ഇപ്പം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ എന്നുള്ളതിന് അവിടെ കൊടുത്തിരിക്കുന്ന മൂലപദം കൊയിനോനിയോ. കൊയിനോനിയോ എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് ദ സെയിം നേച്ചർ. ഷെയറിംഗ് ഓഫ് ദ സെയിം നേച്ചർ. ഒരേ പ്രകൃതം, ഒരേ സ്വഭാവം, അത് പങ്കുവയ്ക്കുന്നവരെയാണ്, അല്ലെങ്കിൽ ആ പങ്കുവയ്ക്കുന്നതിനാണ് ഈ കൊയിനേനിയോ, ഷെയറിംഗ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ബൈബിളിൽ 14-ാമത്തെ വാക്യത്തിൽ രണ്ടാമത് നമ്മൾ കാണുന്ന കൂടിയവനായി യേശുക്രിസ്തുവും എന്ത് ചെയ്തു? അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഹി പാർട്ടുക്ക് എന്നാണ്. പാർട്ടുക്ക്. അതിനവിടെ കൊടുത്തിരിക്കുന്നത് മെറ്റീക്കോ എന്ന ഒരു പദമാണ്. METECHO, മെറ്റീക്കോ എന്നൊരു പദമാണ്. മെറ്റീക്കോ എന്ന പദത്തിനും ഷെയറിംഗ് എന്ന അർത്ഥമുണ്ട്. കൂടിയവരാകുക, പങ്കുവയ്ക്കുക എന്ന അർത്ഥമുണ്ട്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അവിടെ. കൊയിനോനിയോയില് ഒരേ പ്രകൃതമുള്ളവർ, ഒരേ നിലവാരമുള്ളവർ,
അവരുടേത് പങ്കുവയ്ക്കുമ്പോൾ ഈ മെറ്റീക്കോ എന്ന പദം, പാട്ടുക് അല്ലെങ്കിൽ പാട്ടേക്ക് എന്നുള്ളതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ആ പദം, അത് ഒരേ പ്രകൃതത്തിലുള്ളവർ തമ്മിൽ പങ്കുവെക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. സ്തോത്രം. ഒരേ പ്രകൃതത്തിലുള്ളവർ അല്ല എന്ന് വെച്ചാൽ അവിടെ പറയുന്നത് ഷെയറിങ് that which is not originally part of him. Sharing in that nature which was not originally his nature. ഇവിടെ ഈ മെറ്റീക്കോ എന്ന പദം കൊണ്ട് പങ്കുവയ്ക്കുക അല്ലെങ്കിൽ നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി യേശു വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനുഷ്യർക്ക് തമ്മിൽ ഉള്ള ഷെയറിങ്, പങ്കുവയ്ക്കൽ, കൂട്ടായ്മ പോലെയല്ല ക്രിസ്തു മനുഷ്യനുമായിട്ട് ജഡത്തിൽ വെളിപ്പെട്ടത്, പങ്കുവച്ചത്. എന്തെന്നാൽ മെറ്റീക്കോ എന്ന് പറഞ്ഞാൽ യേശു ധരിച്ച ജഡം യേശുവിൻ്റെ അസലായ ആളത്വത്തിൻ്റെ ഭാഗമല്ല. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? യേശു ജഡമെടുത്തു അല്ലെങ്കിൽ ജഡം ധരിച്ചു. He took the form. അതുകൊണ്ടാണ് it was not a sharing, but it was a taking up of. It was a holding up of human nature. നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രകൃതമാണ്. അസലായി, ഒറിജിനലി അത് നമ്മുടേതാ, ഈ ജഡവും ഈ മാംസരക്തങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവോ അത് ക്രിസ്തുവിൻ്റെ തനതായ ആളത്വത്തിൻ്റെ ഭാഗമല്ല. മാംസരക്തങ്ങൾ, ജഡരക്തങ്ങൾ യേശുവിൻ്റെ ആളത്വത്തിൻ്റെ ഭാഗമല്ല, യേശുവിൻ്റെ പ്രകൃതത്തിൻ്റെ ഭാഗമല്ല. കാരണം എന്താ? കാരണം മനുഷ്യന്റെ ശരീര പ്രകൃതി പാപം ചെയ്യുവാൻ തക്കതാണ്. യേശുവിൻ്റെ അസലായ പ്രകൃതമല്ല ഇതെന്ന് പറയാനുള്ള കാരണം ഹി ഈസ് ഗോഡ്. യേശു ദൈവമായതുകൊണ്ട് ഈ ജഡരക്തങ്ങൾ യേശുവിൻ്റെ തനതായ ആളത്വത്തിൻ്റെ ഭാഗമല്ല. Because Jesus is God himself, flesh and blood, and this human nature is not at all part of his original being. Being God, this is not part of his original being. And therefore, he had to take it upon him voluntarily by himself. അതുകൊണ്ടാണ് വളരെ മനോഹരമായിട്ടാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ അത്രയും വ്യക്തമാകുന്നില്ല ആ പ്രയോഗം. He himself in a similar manner. ഇംഗ്ലീഷിൽ എല്ലാ വേർഷനിലും അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആംപ്ലിഫൈഡിലാണ് പറഞ്ഞത്. മറ്റു വേർഷൻ likewise partook of the same things. he എന്നേ ഉള്ളല്ലേ? He himself likewise partook. Enough. He himself.
മലയാളത്തിൽ താനും എന്നേ ഉള്ളൂ. അതിന്റെ ശരിയായ അർത്ഥത്തിൽ വരുമ്പോൾ താൻ തന്നെ, ഹി ഹിംസെൽഫ്. ഇവിടെയാണ് മനുഷ്യനും കർത്താവായ യേശുവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരാണ്, നമുക്കതേ പറ്റുള്ളായിരുന്നു. There was no other option for us. That is our natural being. അത് നമ്മുടെ സ്വാഭാവിക ആളത്വത്തിന്റെ ഭാഗമാണ്. അത്രേ നമുക്ക് പറ്റൂ, ജഡരക്തങ്ങളോട് കൂടിയവരാകാൻ. രണ്ടാമത്, നമ്മൾ ആരും ജനിച്ചത് നമ്മുടെ ആരുടെയും ഇഷ്ടത്തിനനുസരിച്ചല്ല. നമ്മൾ തീരുമാനിച്ച സമയത്തോ നമ്മൾ തീരുമാനിച്ച കുടുംബത്തിലോ നമ്മൾ തീരുമാനിച്ച ജെൻഡർ ആണോ പെണ്ണോ എന്ന നിലയിലോ ഒന്നുമല്ല. അതായത് നമ്മുടെ ജനനത്തിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. ആരുടെയും, നമുക്ക് മനുഷ്യരുടെ ഒരു മനുഷ്യന്റെയും ജനനത്തിൽ അവരവർക്ക് യാതൊരു പങ്കുമില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ മാനുഷ്യ ജനനത്തിലോ ക്രിസ്തുവിന് പങ്കൊന്നുമില്ലേ? ഉണ്ടല്ലോ, കാലസമ്പൂർണ്ണ വന്നപ്പോൾ. സ്തോത്രം. ക്രിസ്തുവിന് പങ്കുണ്ടോ അതിൽ? ക്രിസ്തു ദൈവമല്ലയോ? അതെ. Of course. ക്രിസ്തു മനുഷ്യനായി പിറന്നതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ക്രിസ്തുവിൻ്റേത് തന്നെയാ, ദൈവം നിശ്ചയിച്ച സമയത്ത്. അതാണ് കാലസമ്പൂർണത. ആ കാലസമ്പൂർണതയെ നിശ്ചയിച്ച് നിയമിച്ചത് താൻ തന്നെയാണ്. സ്തോത്രം. മലയാളം ബൈബിളിൽ വളരെ മനോഹരമായിട്ടാണ് മത്തായി 1-ാം അധ്യായം നമ്മൾ കാണുന്നത്. 1-ാം അധ്യായം നമുക്ക് വായിക്കാൻ അല്പം പ്രയാസമാണ്. പലരും പറയുന്നത് ബൈബിൾ വായിക്കുമ്പോൾ ആ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാറുണ്ടെന്നാണ്. അത് വായിക്കത്തില്ല. ഇന്നാളിനെ ജനിപ്പിച്ചു അത് വായിച്ചങ്ങ് വല്ലാതെയാകും എന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ മലയാളം ബൈബിളിൽ വളരെ മനോഹരമായിട്ടാണ് ആ ഭാഗം. വേറെ ഒരു ഭാഷയിലും, എനിക്കറിയാവുന്ന മറ്റ് ഭാഷകളിലൊന്നും ആ മനോഹാരിത ലഭിച്ചിട്ടില്ല. 2-ാമത്തെ വാക്യം മുതൽ, മത്തായി 1-ന്റെ 2-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നത് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. സ്തോത്രം. ഒടുവിൽ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അങ്ങനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ് യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ആ സൗന്ദര്യം, മനോഹാരിത. സ്തോത്രം. എന്താ പിന്നെ പറയുന്നത്? അവളിൽ നിന്നും ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. പ്രൈസ് ഗോഡ്. അതുവരെ ജനിപ്പിച്ചു. ജനിച്ചവർക്കാർക്കും അവരുടെ ജനനത്തിൽ ഒരു പങ്കുമില്ല. 16-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് ആർക്കും തങ്ങളുടെ ജനനത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല, അറിവ് പോലും ഇല്ല. പിന്നല്ലേ ബാക്കി കാര്യങ്ങൾ. എന്നാൽ 16-ന്റെ അവസാന ഭാഗത്തിൽ ക്രിസ്തുവിനെ പറ്റി പറയുന്നു. അവനെ ജനിപ്പിച്ചതല്ല, ക്രിസ്തു ജനിച്ചു. സ്തോത്രം. ഇതാണ് ഇവിടുത്തെ മെറ്റേക്കോയുടെ അർത്ഥം. നമ്മളാരും
സ്വന്തം ഇഷ്ടമോ ആലോചനയോ അനുസരിച്ച് ജനിച്ചവരല്ല. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായും ഈ മാനുഷിക പ്രകൃതം പങ്കുവയ്ക്കുന്നു, കൊയിനോനിയോ. എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല. യേശു സ്വയം അറിഞ്ഞുകൊണ്ട് മനഃപൂർവം ബോധപൂർവം തൻ്റേതല്ലാത്ത ഒരു പ്രകൃതം, തൻ്റേതല്ലാത്ത ഒരവസ്ഥ തനിക്ക് ഉള്ള തൻ്റെ പ്രകൃതത്തോട് ചേർത്ത് വയ്ക്കുകയായിരുന്നു. സ്തോത്രം. തൻ്റെ പ്രകൃതത്തോട് ചേർത്ത് വയ്ക്കുകയായിരുന്നു. മനസ്സിലായി കാണുമല്ലോ അർത്ഥവ്യത്യാസം. ഐ ഡോണ്ട് നോ വെദർ I was able to convince you. മനസ്സിലായോ? സ്തോത്രം. ആവർത്തിക്കണോ? നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ല. ആവർത്തിച്ചാൽ കൊള്ളായിരുന്നു. ഓക്കെ. നമ്മൾ മനുഷ്യരായി, അല്ലെങ്കിൽ ഒരു ന്യൂ ബോൺ ബേബ്, ഒരു നവജാത ശിശു, ഒരു മനുഷ്യക്കുഞ്ഞ് മനുഷ്യക്കുഞ്ഞ് അവരുടെ അപ്പനെയും അമ്മയും പോലെ അതേ പ്രകൃതത്തിൽ ജനിക്കുന്നു. എന്നാൽ അങ്ങനെയാണോ യേശു ജനിച്ചത്? അല്ല, യേശു അങ്ങനെയല്ല ജനിച്ചത്. സ്തോത്രം. എന്താ? അതിന് ജീസസ് വോളണ്ടിയർലി took part of human nature, of a nature that was not a natural part of his being. നമ്മുടെ ഒരു കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ, നമ്മളെല്ലാം ജനിച്ചത് അങ്ങനെ, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ജനിക്കുന്നു. അവർ ജനിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ സ്വാഭാവികമായ ഒരു പ്രകൃതത്തിലേക്കാണ്. ജഡരക്തങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രകൃതിയാ ഉള്ള പ്രകൃതമാണ്, സ്വാഭാവികമായ പ്രകൃതമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെതോ, യേശുക്രിസ്തുവും ജഡം ധരിച്ചു. യേശുക്രിസ്തു ജഡം ധരിച്ചത് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാ? ദാറ്റ് വാസ് നോട്ട് എ നേച്ചർ ദാറ്റ് ഓഫ് ഹിസ് നാച്ചുറൽ ബീയിങ്. യേശുക്രിസ്തു ജഡം ധരിച്ചു. അതിലെ പ്രാധാന്യത ഒന്ന്, താൻ സ്വയം അത് ഏറ്റെടുത്തേതു. He voluntarily took part. ബോധപൂർവം മനഃപൂർവം യേശു തന്നെ ആ പങ്കേറ്റെടുക്കുകയായിരുന്നു. 2, ആ ഏറ്റെടുത്ത പ്രകൃതം യേശുവിൻ്റെ സ്വാഭാവിക പ്രകൃതമാണോ? അല്ല. It was not part of his natural being. That was an additional taking up. നമ്മളൊക്കെ നമ്മളെക്കാൾ ഉയർന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഏറ്റെടുക്കാൻ താല്പര്യമാണ്. ഇപ്പം ഞങ്ങൾ പാസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ, ഒരു 50 പേര് ഉള്ള 50 വിശ്വാസികളുള്ള ഒരു ചർച്ചിൽ പാസ്റ്ററായിട്ടിരുന്നിട്ട് അടുത്ത ഒരു ട്രാൻസ്ഫർ
ലഭിക്കുമ്പോൾ 30 പേരുള്ളിടത്തേക്ക് പോകാൻ മാനസിക സ്ഥിതിയിലോ സാമൂഹിക സ്ഥിതിയിലോ ആയിരിക്കില്ല ഒരു പാസ്റ്റർ. എന്നെ തന്നെ എടുത്തോളൂ. അതേസമയം 50 പേരുള്ളിടത്തുനിന്ന് 60 പേരുള്ളിടത്തേക്ക് പോകാൻ വലിയ പ്രയാസമില്ല. നമ്മുടെ ഇടയിൽ സഭാ നേതാക്കന്മാരുണ്ട്. ഞങ്ങളുടെ ഭാഷയിൽ ഓവർസിയർ, ഏജിക്കാരുടെ ഭാഷയിൽ സൂപ്രണ്ടന്റ്, IPCയിലാണെങ്കിൽ പ്രസിഡന്റ്. ഈ പദവികളിലൊക്കെ ഇരുന്നിട്ട് എന്നെങ്കിലും മാറണമല്ലോ. ചിലര് പിന്നെ മരണത്താലേ മാറുള്ളൂ. അല്ലാത്തവര് പലരും മാറും. ഇപ്പൊ മാറിക്കഴിയുമ്പോൾ ഇതിനേക്കാൾ താഴ്ന്ന ഒരു പദവി അലങ്കരിക്കാൻ ഇവർ തയ്യാറാകുമോ? പൊതുവേ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചില്ല. അമേരിക്കയിലൊക്കെ ഉണ്ട്. ജനറൽ ഓവർസിയർ ആയിട്ടിരുന്നവരൊക്കെ ലോക്കൽ പാസ്റ്റായിട്ട് പോകാറുണ്ട്. പക്ഷെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് അതില്ല. അപ്പം താഴേക്ക് വരാൻ എംബറിറ്റസ് താഴേക്ക് വരാനുള്ള താല്പര്യമല്ല. അവിടെയാണ് യേശുക്രിസ്തു ജഡമെടുത്തതിൻ്റെ പ്രാധാന്യം. തൻ്റെ പ്രകൃതത്തിൻ്റെ ഭാഗമല്ലാത്ത, തൻ്റെ ആളത്വത്തേക്കാൾ വളരെ 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 താഴ്ന്ന നിലവാരത്തിലെ ഒരു ജഡധാരണത്തിന് സ്വയം യേശു തയ്യാറായി. സ്തോത്രം. അതാണ് ഈ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ മനുഷ്യനുമായി പങ്കുവയ്ക്കുന്നതിനെ ഈ കൊയ്നേനിയോ കൊണ്ട് അർത്ഥമാക്കുമ്പോൾ, ദൈവം മാനുഷ്യ പ്രകൃതം ഏറ്റെടുത്തതിനെ ഈ മെറ്റേക്കോ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നു. സ്തോത്രം. സോറി ഫോർ ഇമ്മച്വർ കൺക്ലൂഷൻ. മറ്റേ മീറ്റിങ്ങിൻ്റെ സമയമായതുകൊണ്ട് ഞാനങ്ങ് നിർത്തുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി നമ്മോട് താതാത്മ്യപ്പെടേണ്ടതിന്, സ്തോത്രം, ഇത്രയും താഴ്ചയിലേക്ക് ഇറങ്ങി വന്നത് നന്ദിയോടെ നാം ഓർക്കുക. സ്തോത്രം. പ്രൈസ് ഗാഡ്. ഇങ്ങനെ നമ്മെ രക്ഷിക്കുവാൻ സ്വയം താണ് നമ്മെപ്പോലെയുള്ള പ്രകൃതം ഏറ്റെടുത്തു. സ്തോത്രം. നമ്മുടേതിനോട് സമമായ പ്രകൃതം. നോട്ട് ദ സെയിം ബട്ട് സിമിലർ. നോട്ട് ദ സെയിം. We have the same nature, but Jesus had a similar nature, not the same. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാനായിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് 14-ാം വാക്യം ഇന്നും തീരുന്നില്ല. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മെപ്പോലെ, സ്തോത്രം, നമ്മുടേതിനോട് സമമായ ഈ മാനുഷ്യ രൂപം ഏറ്റെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. എന്നാൽ ഇനിയും ഒരു ദിവസം വരുന്നു. വെളിപ്പാട് 21:3 നമ്മെ തന്നോടനുരൂപരാക്കി നമ്മുടെ ഇടയിൽ ദൈവം പാർക്കുന്ന ഒരു മഹനീയമായ ഭാവി. ഒന്നും കൂടെ ആവർത്തിച്ച് നിർത്തിക്കോട്ടെ. സ്തോത്രം. ചരിത്രത്തിൽ യേശുക്രിസ്തു നമ്മുടെ താഴ്ചയുള്ള മാംസ രക്തങ്ങളോട് കൂടിയവനായി വന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. യോഹന്നാൻ 1:14. എന്നാൽ ക്രൂശിലെ തൻ്റെ മരണത്താലും തുടർന്നുള്ള പ്രക്രിയകളാലും, സ്തോത്രം, കർത്താവ് നമ്മെ തന്നോടനുരൂപപ്പെടുത്തിയിട്ട് നമ്മുടെ ഇടയിൽ വന്ന് പാർക്കുന്ന ഒരു മഹനീയമായ തേജസ്സുറ്റ ഭാവി നമുക്ക് വെളിപ്പാട് 21:3 കാണാം. ആ പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ജീവിതം കഴിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.